ഹായ് എവ്രി വൺ, ഐ ആം അമൃതവല്ലി. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമസ്കാരം. ഓം നമോ നാരായണായ. സ്വാമിയേ ശരണമയ്യപ്പ. ഞങ്ങൾ CMC ഗേൾസ് ഹൈസ്കൂൾ പൂർവ്വ വിദ്യാർത്ഥികൾ, ബാച്ച് 79. ഞങ്ങളിൽ ഒരാൾ ശബരിമലയ്ക്ക് പോയി തിരിച്ചു വന്നു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു പിക്നിക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് കോഴിക്കോടിൻ്റെ കുമരകം ഒളവപ്പാറ ഒരു ദിവസം ചുറ്റിക്കറങ്ങാൻ ഒരു കിടിലൻ സ്ഥലമാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. ഓളങ്ങളില്ലാതെ അടിയൊഴുക്കില്ലാതെ ശാന്തമായി ഒഴുകുന്ന ഈ അഴകുള്ള പുഴയ്ക്ക് അലകാപ്പുഴ എന്ന പേരും കൂടിയുണ്ട്. കോഴിക്കോട് നഗരത്തിൽ നിന്നും വെറും 14 കിലോമീറ്റർ ദൂരത്താണ് ഒളവപ്പാറ എന്ന സുന്ദരിയുടെ വീട്. ഇതാണ് ഞങ്ങളുടെ ഗാങ് ലീഡർ, എല്ലാ കഴിവുകളുമുള്ള ഒരു വീരവനിത. ഇത് ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് അഡ്വൈസർ. ഇനി വരുന്നവരെല്ലാം ഗ്രൂപ്പ് അംഗങ്ങളാണ്. ഈ ഗ്രൂപ്പിലുള്ളവർക്ക് പല കഴിവുകളുമുണ്ട്. എല്ലാവരും ഭയങ്കര ടാലൻ്റാണ്. ചിലർക്ക് ബോട്ട് ഓടിക്കാൻ അറിയാം. 79 ബാച്ചാണെങ്കിലും 16 വയസ്സിൻ്റെ ചുറുചുറുക്കാണ് എല്ലാവർക്കും. കണ്ടില്ലേ? നാട്ടിൻപുറത്തിൻ്റെ നന്മയൂറുന്ന കാഴ്ചകൾ ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലം എന്ന നിലയിൽ ടൂറിസം ഭൂപടത്തിൽ ഈയിടെ ഇടം പിടിച്ച സ്ഥലം ഒളവപ്പാറ. എന്തൊരു ഗെറ്റപ്പാണ്, സൂപ്പറല്ലേ? പ്രകൃതി ഭംഗി നിറഞ്ഞ അന്തരീക്ഷം കാണാൻ എന്തൊരു കാഴ്ച, വളരെ മനോഹരം. കൊച്ചു പിള്ളേരെ പോലെ ഞങ്ങൾ ആസ്വദിക്കുകയാണ്. കുട്ടിക്കളികൾ മാത്രമല്ല, എന്തും ദൈവവിചാരത്തോടെയേ തുടങ്ങുകയുള്ളൂ. ഞങ്ങൾ വരും നിൻ തിരുനടയിൽ എന്നും കാത്തരുളുക, വരമരുളുക, കൈവണങ്ങുന്നീ അയ്യപ്പ സ്വാമി, അഭയമയ്യപ്പ സ്വാമി, അയ്യപ്പ സ്വാമി, അഭയമയ്യപ്പ സ്വാമി. ഭക്തിഗാനം മാത്രമല്ല, മഞ്ഞണിപ്പൂവുമായി എൻ്റെ ഫ്രണ്ട്.
ഞങ്ങളെല്ലാവരും വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഒരു സമ്മാനവുമായിട്ടാണ് വന്നത്. പിന്നെ അത് നറുക്കിട്ടെടുത്ത് ഞങ്ങളുടെ സീക്രട്ട് ഫ്രണ്ടിനെ കണ്ടുപിടിച്ച് ഞങ്ങൾക്ക് അതിയായ സന്തോഷം തോന്നി. ഞങ്ങൾ സീക്രട്ട് ഫ്രണ്ടിന് സമ്മാനം കൈമാറുകയും ചെയ്തു. ശരിക്കും അത് വളരെ സന്തോഷകരമായൊരു നിമിഷങ്ങളായിരുന്നു അത്. ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെയൊരു സംഭവം ഉണ്ടാവുന്നത്. എന്തായാലും വേണ്ടിയില്ല, കടിക്കൊന്നുമില്ല മോളെ. പിന്നെ എല്ലാവരും കൊണ്ടുവന്ന സ്നാക്സ് മറ്റുള്ളവർക്ക് കൈമാറി എല്ലാവരും ചേർന്ന് കഴിച്ചു. ഈ പ്രോഗ്രാം ലാസ്റ്റിൽ നമ്മുടെ ഗ്യാങ് ലീഡറുടെ ഹസ്ബൻഡും അഡ്വൈസറുടെ ഹസ്ബൻഡും വന്നിരുന്നു. പിന്നെ ഞങ്ങൾ ഈ സംരംഭം നടന്നതിൻ്റെ ഓർമ്മകൾ പുതുപ്പിക്കാൻ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. നിറയെ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. അതൊക്കെയല്ലേ ഉള്ളൂ ലാസ്റ്റിലുണ്ടാവുക. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ ഈ കൂട്ടുകാരികളൊക്കെ എല്ലാവരും ഒന്നിച്ച് കാണുന്നത്. ഞങ്ങൾക്ക് അത്രയൊരു സന്തോഷമായിരുന്നു, ഒരു നല്ല അനുഭൂതിയായിരുന്നു. ഇത് ഞങ്ങളെ കൂട്ടുകാരിയുടെ ഒരു മോളാണ് കേട്ടോ. എന്തായാലും വേണ്ടിയില്ല, കടിക്കൊന്നുമില്ല മോളെ. എല്ലാവരും ഒറ്റയ്ക്കായിട്ടും ഗ്രൂപ്പായിട്ടും കുറേ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഇത് കോഴിക്കോട്ടുള്ള ശാന്തിഗിരി ആശ്രമമാണ്, കരുണാകര ഗുരുവിൻ്റെ. ഇതിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ്.
ഇവർ ഞങ്ങളുടെ ഗ്രൂപ്പിലൊരു ആസ്ഥാന ഗായികയാണ്. ബോട്ടിൽ വേറെ ചിലരും പാടിയിരുന്നു. ആ പാട്ടാണിത്. മലർക്കൊടി പോലെ വണ്ണത്തുടി പോലെ മയങ്ങൂ നീയൻ മടിമേലെ ആരിരോ ആരിരാരോ എന്റെ മടിയെന്നും നിന്റെ പൂമഞ്ചം എൻ മനമെന്നും നിൻ പൂങ്കാവനം എൻ മടിയെന്നും. വളരെ നല്ല പാട്ട്. എല്ലാവരും എത്ര നിശബ്ദമായിട്ടാണ് അത് കേൾക്കുന്നത്. എത്ര സ്വരഭംഗിയാണ്. വന്നുവോ വന്നുവോ വസന്തസേനൻ വന്നുവോ മല്ലികേ മല്ലികേ വാനദീ മല്ലികേ വന്നുവോ വന്നുവോ വസന്തസേനൻ വന്നുവോ നീ വിരിച്ച പുഷ്പശയ്യ ചൊളിഞ്ഞുവല്ലോ നീ നിറച്ച പാനഭാജനം ഒഴിഞ്ഞുവല്ലോ കാറ്റു കേട്ടു കിളികൾ കേട്ടു കാട്ടുമല്ലികേ നീ കാത്തിരുന്ന
ലാസ്റ്റിൽ ഞങ്ങളുടെ ഡാൻസ് തുടങ്ങി. കൊച്ചു കുട്ടികൾ തോറ്റുപോകും, അത്രയ്ക്ക് ഉത്സാഹഭരിതമായിരുന്നു ഞങ്ങളുടെ നൃത്ത ചുവടുകൾ. കണ്ടില്ലേ? ബാച്ച് 79 അല്ല, ജസ്റ്റ് എ നമ്പർ. ഞങ്ങളിപ്പോൾ ഒരു 16ൻ്റെ വക്കിലാണ്. ഗ്യാങ് ലീഡർ എല്ലാവരെയും ഡാൻസ് കളിപ്പിക്കും, കളിക്കാത്തവരെയും കളിപ്പിക്കും. അതാണ് ഞങ്ങളെ ലീഡർ. ഇത് കാണുമ്പോൾ ഹിപ്പി സ്റ്റൈലിൽ നമ്മുടെ നസീർ ഖാൻ, നമ്മുടെ മരം ചുറ്റി പ്രേമം നായകൻ പ്രേം നസീറിൻ്റെ ഒരു കട്ടില്ലേ ഞങ്ങളെ ലീഡർക്ക്. എന്താണ് മരം ചുറ്റി പ്രേമം. മരമൊന്നും കിട്ടിയില്ല, അതാണ് ഇങ്ങനെ ആളെ വെച്ച് ചുറ്റുന്നത്. ഇതൊക്കെ ഞങ്ങളുടെ ലീഡറുടെ ഒരു കഴിവ് തന്നെയാണ്. ഗുഡ്. ഇതിനിടയിൽ ശബരിമലയിൽ നിന്ന് കൊണ്ടുവന്ന അരവണ പായസം എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. എല്ലാവരും വാങ്ങി കഴിച്ചു, അതും വളരെ സന്തോഷം. അത് ശരി, കാര്യമായിട്ട് ഇതാണ് എന്തിനെങ്കിലും നിന്നാൽ. താങ്ക് യു ദൈവമേ നന്ദി. എല്ലാവരും ഒന്ന് ക്ലാപ്പ് ചെയ്യും മക്കളെ. ഞാനിത് വീഡിയോ അരവണ പായസം കഴിച്ച ശേഷം പിന്നെ ഒരു പ്രോഗ്രാമായിരുന്നു ടങ് ട്വിസ്റ്റർ. അത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ആന അലറൽ, അങ്ങനെ കുറേ പ്രാവശ്യം ഇങ്ങനെ പറയിപ്പിക്കുക. അതേമാതിരി എല്ലാവരും കുറേ ആ ടങ് ട്വിസ്റ്റർ എഴുതിയിട്ട് വന്നിരുന്നു. അതും കാണാനും കേൾക്കാനും നല്ല രസമുണ്ടായിരുന്നു.
പിന്നെ ബോട്ടിലെ എല്ലാ കലാപരിപാടികളും കഴിഞ്ഞ ശേഷം നല്ല ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നല്ലൊരു കൂട്ടായ്മയുടെ ഒരു ഭാഗമായിരുന്നു. എല്ലാവരും ഹാപ്പിയായിരുന്നു.